അമ്മാമ്മയുടെ എനർജി ശരിക്കും മക്കൾക്ക് ആർക്കാ കിട്ടിയ? എനിക്ക് നാലിനുണ്ട്, നാലും പോകാം. നാലും തൃശ്ശൂരക്കാരൻ നന്നയുടെ അതേപോലെ ചീത്തയൊന്നും പറയില്ല, ചീത്ത പറയില്ല, ബ്രാൻഡി കുടിക്കില്ല. ഇപ്പൊ ബ്രാൻഡി എനിക്ക് ആൾക്കാർ ഇവിടെ കൊണ്ടു തരാറുണ്ട്, അവിടെ ഇരിക്കുന്നല്ലാണ്ട് അതൊന്നും. അമ്മമ്മക്ക് ഇഷ്ടാ? ഞാൻ അടിക്കുക എന്തുട്ട കുട്ടിയായിട്ട് അടിക്കും. ഉഷാറാവാൻ രണ്ടെണ്ണം. ഉഷാറിന് വേണ്ടി രണ്ടെണ്ണം. ഇത് എന്താ പറയാ, ഒന്നാമത് കോട്ടയം മണ്ണിന്റെ ഒരു കഴിവാണ്. കോട്ടയംകാർക്ക് മൊത്തത്തിൽ ഒരു കഴിവുണ്ട്. അത് ആ കഴിവ് ആണ് ഇവര് പ്രദർശിപ്പിച്ചേക്കുന്നത്. അല്ലാണ്ട് തൃശ്ശൂര് ജനിച്ചവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഒക്കെ മണ്ണുണ്ണികളാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ മോളായിട്ടുണ്ട്, ഇവനായിട്ടൊന്നും ഇല്ല. ഇവനായിട്ട് അപ്പ കൈകാര്യം ചെയ്തു വിടും. കൈകാര്യം ചെയ്ത് വിടുന്നൊക്കെ മൂന്നാള് വരാ. അപ്പൊ ഞാൻ ഒന്നും കൂട്ടാക്കില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു തള്ള ഞങ്ങക്ക് കിട്ടിയല്ലോ എന്നൊക്കെ പറയാറുണ്ട്. അവരൊക്കെ ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള, വലിയ സൈലന്റ് അല്ല, എന്നാലും ഇങ്ങനത്തെ ആഭാസങ്ങൾ പറയാ, കുടിക്കാന്ന് പറഞ്ഞിട്ട് പുക വലിക്കാന്ന് പറഞ്ഞാൽ അവര് മരിക്കും. പുക വലിക്കോ? എല്ലാം വേണ്ടി വന്നാലെല്ലാം യൂസ് ചെയ്യാ, ആവശ്യമില്ല, നിർബന്ധ ബുദ്ധി ഒന്നുമില്ല. ആഗ്രഹം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാ. എനിക്കിപ്പോ ഒന്ന് വലിക്കണം തോന്നിയപ്പോ ഒരാളെ കാശ് മുടക്കണ്ടായിരിക്കും, തോന്നിയാൽ ചെയ്യും. വേണ്ടി വന്നാൽ എല്ലാം ചെയ്യും. ഒരു തന്നെ കൊല്ലണേ കൊല്ലും, അതിനൊന്നും മടിയില്ല എനിക്ക്. ഈ ശരിക്കും സിനിമയെ കാണുന്ന പോലെ തന്നെയല്ലേ? സന്ദർഭം വന്നാൽ ഇതൊക്കെ ചെയ്യണം, അതിനുള്ള യുക്തം കണ്ടുപിടിക്കണം. എപ്പോഴും നമ്മൾ ഒറ്റയ്ക്കാൻ നിൽക്കുക, കുറച്ച് മുളക് പൊടി കരുതുക, അങ്ങനെ ഒരു ചെറിയ സൂത്രം. അഥവാ വേണ്ടി വന്ന ഒരു ഊത്തുക, പൂശിക്കൊള്ളുക. അതല്ലാണ്ട് തോക്കും കൊണ്ട് നടക്കണം, ഞാൻ നിന്നെ കൊല്ലാനാന്നുള്ള ധാരണയില്ലല്ലോ. അതൊക്കെ നമ്മൾ ചെയ്യരുത്, സന്ദർഭോചിതമായിട്ട് ചെയ്യണം. അല്ലാണ്ട് നമ്മൾ ഒരാൾക്ക് വേണ്ടി ഒരു ഉപദ്രവം ചെയ്യാം, അവനെ കൊല്ലും ഞാൻ, അത് പറയാനുള്ള അർഹതയൊന്നും നമുക്കില്ല. സ്ട്രോങ് ഇല്ലാത്ത പെൺകുട്ടികൾ കാരണം ഇന്ന് നാട്ടിൽ ആമ്പിള്ളേർ ചെയ്യുന്ന തെണ്ടിത്തരവും ഒക്കെ വരുന്നതിൻ്റെ പെണ്ണുങ്ങളെ കഴിവ് കുറവാണ്. പെണ്ണുങ്ങൾ നിൽക്കേണ്ടടത്ത് നിന്ന് പഠിക്കണം, ചെയ്യേണ്ടത് ചെയ്യണം. നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നത് തെറ്റൊന്നുമല്ല, അവരുടെ കൂടെ കല്യാണം കഴിച്ചു പോകണമെന്ന് തെറ്റല്ല. പക്ഷേ ഈ ചിരിച്ച് കുഴഞ്ഞ് മറിഞ്ഞ് കാണുകളെയൊക്കെ പറ്റിക്കുക, ഞാൻ പറഞ്ഞ ശരിക്കും പറഞ്ഞ അപ്പൊ ആമ്പിള്ളേരും പറ്റിക്കില്ലേ അമ്മ? ആമ്പിള്ളേരും ജോലി അതാ, അവര് ബൈബിൾ വരെ ജോലി ഇതൊക്കെയാണ്. തീർച്ചയായിട്ടും യോജിക്കുന്നു. ചെളി കണ്ടാ ചവിട്ടുക, വെള്ളം കണ്ടാ കഴുകുക, അതാണ് ആണുങ്ങൾ. പിന്നെ ആണുങ്ങളെ ഞാൻ ഭൂരിപക്ഷം കുറ്റം പറയില്ല, എനിക്ക് ആണുങ്ങളെ കുറ്റം പറയുന്നതിനോട് താല്പര്യമില്ല. ഇല്ല, അതെന്താ? അതെന്താ വെച്ചാൽ നമ്മുടെ കയ്യിലെ കുട്ടി അതിന്റെ ബ്രേക്ക്. നമ്മളൊരു ബസ്സേ കയറി, നമ്മളെ തോണ്ടുന്നവരുണ്ടാവും, ചവിട്ടുന്നവരുണ്ടാവും. ഒന്നേ അവന്മാര് ചവിട്ടുള്ള ഒറ്റ നോട്ടം മതി, അവൻ പോണ വഴി അറിയില്ല. ആ പെണ്ണുങ്ങൾ ചെയ്യില്ല, ഒരു ഒതുങ്ങി കൂടുക, ആൾക്കാർ അറിഞ്ഞാൽ ലജ്ജ അറിയരുത്. ആ ഒതുക്കാണ് ആണുങ്ങളെ നശിപ്പിക്കുന്നത്. നമുക്ക് വേറൊരു തരത്തിലും ഇഷ്ടമാണ്, നമുക്ക് അങ്ങനെ പറയാൻ പറ്റാത്തൊരു ഇഷ്ടമാണ്. എനിക്ക് അമ്മയിലും തോന്നിയിട്ടില്ല, അപ്പനും തോന്നിയിട്ടില്ല. നമ്മളോട് ആളിങ്ങനെയാ. എനിക്കിപ്പോ ഒരു പനി വന്നാലും എന്റെ അമ്മ അടുത്തേക്ക് എന്റെ വരില്ല, ആളാണ് എന്നെ പരിചരിക്കുക. ആൾക്ക് എത്ര ഞാൻ കോരിച്ചൊരിഞ്ഞ് കിടന്നാലും എന്റെ അപ്പുറത്ത് വന്ന് കിടന്ന് എന്റെ മേത്ത് തൂങ്ങിയിട്ട്, അതിപ്പോ ഇത്ര പ്രായമായില്ലേ, ചെറുപ്പത്തിലല്ല ചെയ്യണേ. 24 വയസ്സായാലും എനിക്ക് കഴിഞ്ഞ ആഴ്ച വരെ ഒരു പനി വന്നപ്പോ ആളെങ്ങനെയാണ്. നമുക്ക് എന്ത് വന്നാലും നമ്മുടെ കൂടെ നിൽക്കണ ഒരാള്, ഒക്കെ എപ്പോഴും പറയാം വേറെ. എന്നാലും നമ്മളെ എന്ത് കാര്യത്തിന് ഇപ്പൊ ഞാൻ രാത്രി എന്നും ചിലപ്പോ നേരം വൈകിട്ടാവും വരിക. ഞാൻ വന്നാലേ കിടന്നുറങ്ങുള്ളൂ, അമ്മയൊക്കെ 10 ഉറക്കം കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ വന്നാലേ ആൾ ഉറങ്ങുള്ളൂ, അതുവരെ കൊണ്ടെത്തി ഞാൻ വന്നാൽ എനിക്ക് വാതിൽ ഉറങ്ങിരുന്ന നമ്മുടെ കട്ടള തടിയല്ലല്ലോ, സ്റ്റീലല്ലേ? സ്റ്റീലോ? പെട്ര, കട്ടളയോട് കൂടിയ സ്റ്റീൽ ഡോസ്, തടിയേക്കാൾ മികച്ചത്. ഇനി തടി കണ്ടെത്താനും തച്ചനെ തിരയാനും മെനക്കെടണ്ട. ഈടും ഉറപ്പും ഭംഗിയുള്ള പെട്ര വീടിന് നൽകും തടിയെ വെല്ലുന്ന തലയെടുപ്പ്. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്, അഴകിലും ഉറപ്പിലും കാലാതീതം. ഹായ്, ഹലോ, നമസ്കാരം. സൈന സത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജ്ന ജോസ് പ്രകാശ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റുകളാണ്. ആൻഡ് ബാലൻസ് സിനിമ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇവരെ കുറിച്ചാണ് സംസാരം. ആരാണ് എന്താണെന്നൊക്കെ കൂടുതൽ അറിയാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം ഡോളിയമ്മ ആൻഡ് ഡോളിയമ്മയുടെ സ്വന്തം കൊച്ചുമകൻ. സ്വാഗതം രണ്ടുപേർക്കും. നമസ്കാരം. ആൻഡ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അമ്മാമ്മനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കണേ. ആൻഡ് ഒറ്റ പടം കൊണ്ട് തന്നെ ആളുകളുടെ മനസ്സിൽ അങ്ങ് ഇടം പിടിച്ചു. ഒരു പ്രത്യേക ഒരു ഇഷ്ടം ഞങ്ങൾക്ക് എല്ലാവർക്കും വന്നു അല്ലേ? ഇപ്പൊ എനിക്കൊന്നും ഇപ്പൊ ഭയങ്കര തിരക്കായി തോന്നല്ലേ അമ്മമ്മ? തിരക്കുണ്ട്. ഇന്നലെ വരാന്ന് ഞാൻ സമ്മതിച്ചില്ല, അപ്പൊ നിങ്ങളിപ്പോ വന്നു. ഇനി നാളെ ഉണ്ട്,
അങ്ങനെ സ്റ്റെപ്പായിട്ട്. ഓ, ഈ സിനിമയുടെ ഒക്കെ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ ഈ റീലാണല്ലോ. അതെ. ഒരു റീല് ചെയ്യണ സമയത്ത് അമ്മമ്മ പോലും അറിഞ്ഞില്ല. ഒളിക്യാമറ ഒക്കെ വെച്ചിട്ട് കൊച്ചുമോ ഷൂട്ട് ചെയ്തത് വൈറലായി, ഇപ്പൊ സിനിമയിലെത്തി, ആളുകളെ തിരിച്ചറിയുന്നു. എല്ലാ ക്രെഡിറ്റ് കൊച്ചുമോൻ. താങ്ക് യു ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾക്ക് അമ്മമ്മനെ തന്നതിന്, മലയാള സിനിമയ്ക്ക് അമ്മമ്മനെ തന്നതിന്. ആൻഡ് ആ അഭിനയം ഞാനിപ്പോ വിചാരിക്കും, എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്റെ വെല്ലുമ്മച്ചിനെ പോലെ ഇരിക്കുന്ന ഒരാള്. സിനിമ കാണുമ്പോൾ കറക്റ്റ് എന്റെ വെല്ലുമ്മച്ചി, ആ ഫീൽ എനിക്ക് വന്നത്. പൊതുവെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീ ക്യാരക്ടേഴ്സ് വളരെ കുറവാണ് മലയാളത്തില്. പക്ഷെ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന ഒരു ഫീൽ ഇല്ലാതെ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു പേടി വന്നു. ഈ സിനിമ സെറ്റിൽ പോയപ്പോ എങ്ങനെയായിരുന്നു ആദ്യത്തെ എക്സ്പീരിയൻസ്? എന്താ പറയാ, ഒന്നാമത് കോട്ടയം മണ്ണിന്റെ ഒരു കഴിവാണ്. കോട്ടയംകാർക്ക് മൊത്തത്തിൽ ഒരു കഴിവുണ്ട്. അത് ആ കഴിവാണ് ഇതില് പ്രദർശിപ്പിച്ചേക്കണത്. അല്ലാണ്ട് തൃശ്ശൂര് ജനിച്ചവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം ഒക്കെ മണ്ണുണ്ണികളാ. എന്നാ കോട്ടയം അങ്ങനെയല്ല, ഒന്നിനും കീഴ്പ്പെടാത്ത മണ്ണത്. അങ്ങനെ വന്നപ്പോ എനിക്ക് പിടിയിലാണ് തോന്നി ചെയ്യാം. ഞാൻ ഇപ്പോഴും ചെയ്യും. എനിക്ക് എന്റെ മനസ്സിൽ എന്ത് തോന്നുന്നു. ഇപ്പൊ ഇവനോടൊരു കാര്യം അതൊന്നും എടുക്കണമെന്ന് പറഞ്ഞാൽ അവൻ ചിലപ്പോൾ ചെയ്തു തരില്ല. ഞാനത് കോല് കൊണ്ട് വന്നാലും തോണ്ടി ഞാൻ എടുക്കും. തോറ്റു കൊടുക്കൂല. ഓ, ഞാൻ വിചാരിക്കുന്നു ഇപ്പഴും ഈ പവർ ആണെങ്കിലേ ഈ ഒരു നമ്മുടെ ഒരു 25 ആ പ്രായത്തിൽ എന്തായിരിക്കും. നല്ല പവർ തന്നെയായിരുന്നു. അന്ന് ഒട്ടും പവറിന് കുറവില്ല. ഇന്നും അതിന്റെ ഒരു 3/4% ഇപ്പോഴും ഉണ്ട്. ഭയങ്കരമായിരുന്നു ആ സമയത്ത്, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട്. അതാണ്, സ്ട്രിക്റ്റ് ആണ് എന്റെ ജീവിതത്തിൽ ഇന്നും. പക്ഷെ ഇപ്പൊ നടക്കണില്ല. ഇപ്പൊ നടക്കാൻ വയ്യല്ല. അവരവിടെ സ്ട്രിക്റ്റ് പോയി. സ്ട്രിക്റ്റ് വേണമെന്ന് പറഞ്ഞാലും നടക്കില്ല. കാരണം ഇവരൊക്കെ എല്ലാ ആൾക്കാര് കൊച്ചുമാൻ എന്ത് പറഞ്ഞാലും 5 മിനിറ്റ് എന്ത് പറഞ്ഞാലും 5 മിനിറ്റ്. അപ്പൊ 5 മിനിറ്റ് നോക്കുമ്പോ എനിക്ക് ദേഷ്യം വരും. 5 മിനിറ്റ് നമുക്ക് വെറുതെ കളയാനില്ല. എനിക്ക് ആ 5 മിനിറ്റ് വെറുതെ അല്ല, 5 മിനിറ്റ് കൊണ്ട് ആ കാര്യം ഒരു മറക്കുക. 5 മിനിറ്റ് കഴിയുമ്പോ മറിഞ്ഞില്ലേ. ആ സമയത്ത് ഞാൻ അതിനെ അനുവദിക്കില്ല. എനിക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഞാൻ അപ്പന്നെ ചെയ്യും, ഈ വയസ്സായാലും. ഇപ്പൊ നമ്മൾ ഇതിനു മുമ്പ് സിനിമയിൽ അഭിനയിച്ചിട്ടില്ല, കൊച്ചുവിന്റെ കൂടെ റീൽ ചെയ്തു. ഈ പരിചയം മാത്രം. ആദ്യം അറിയാണ്ടാണ് റീൽ ചെയ്യണേ, പിന്നീട് അറിഞ്ഞുകൊണ്ട് റീൽ ചെയ്യാൻ. അറിഞ്ഞോണ്ട് ഞങ്ങള് റീൽ ചെയ്തിട്ടില്ല. എല്ലാം അറിയാണ്ട് ചെയ്യിപ്പിക്കില്ല. ചിലപ്പോ ഇവൻ പുറത്തുനിന്ന് വന്നിട്ട് വാതിൽ തുറക്കുക പറയുമ്പോ ഞാൻ വാതിൽ തുറക്കുമ്പോ ഇവൻ ഡാൻസ് കളിച്ചിട്ട് വരും. അപ്പൊ അത് നമ്മൾ അറിഞ്ഞോണ്ടല്ലോ. അപ്പൊ അവന്റെ കൂടെ ഞാനും കളിക്കും. അപ്പൊ അത് അങ്ങനെ വേണമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ഇല്ല. ഞാൻ വിചാരിക്കണേ, കുറെ പേർക്ക് ആഗ്രഹം ഉണ്ടായി ഇതുപോലത്തെ ഒരു വൈബുള്ള അമ്മച്ചിനെ കിട്ടണം, കൊച്ചുമോനെ കിട്ടണം. അത് കുറെ പേരുടെ ആഗ്രഹ. നിങ്ങളെങ്ങനെ ഇത്രയും കൂട്ടായത്? അതായത് ഇവരെ ചെറുപ്പം തൊട്ട് ഇവര് 3 മാസമായപ്പോ എൻ്റെ അമ്മ ലാബ് ടെക്നീഷ്യൻ ജോലിക്ക് പോയി. പിന്നെ അന്നോട്ട് ഞാനാ വളർത്തുന്നത്. ഇവന്റെ പെങ്ങളും 2 ഉണ്ട്. അപ്പൊ അവള് സ്വല്പം ഇവനേക്കാൾ 5 വയസ്സ് മൂത്തതായി. പിന്നെ താഴെ പിന്നെ 23 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. കുഞ്ഞാണ്. അതുകൊണ്ടല്ലേ ബോധമില്ലാണ്ടല്ലേ ഇതൊക്കെ ചെയ്തത്. ബോധമുള്ളവര് ചെയ്യോ? അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു നടീനെ കിട്ടിയില്ലേ. അപ്പൊ ആ ബോധക്കുറവിന്ന് വന്നതാണ് ഇപ്പൊ ഇത്. അപ്പൊ എന്താ വെച്ചാല് അപ്പൊ അവനായിട്ട് കൂടുതൽ ഞാനായിട്ടാ കമ്പനി കൂട്ട്. അമ്മച്ചിയാണ് ജോലിക്ക് പോകുമല്ലോ. പിന്നെ അമ്മ അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവക്കാരിയാ. പിന്നെ അങ്ങനെ മക്കളെ കെട്ടിപ്പിടിച്ച് കിടക്കണം മക്കൾക്ക് അപ്പൊ അവൾക്കും ഇല്ല അങ്ങനെ ഒരു പ്രത്യേകത, ആരോടും ഇല്ല. അപ്പൊ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് പിള്ളേർക്ക് നേരത്തിന് ഭക്ഷണം കൊടുക്കണം. അവള് പിന്നെ ഭക്ഷണം കൊടുത്തോ അമ്മയെ പോലെ വീർപ്പിക്കണോ വണ്ണം വെച്ചിട്ട് ഞങ്ങളെ തടിച്ചാക്കി. അത് ചീത്ത എപ്പോഴും എനിക്ക്. അപ്പൊ ഭക്ഷണം ഇപ്പൊ വൈകുന്നേരം ചോറുണ്ണാൻ വന്നേന്ന് പറഞ്ഞിന്ന് വേണ്ട എനിക്ക് ചോറ് വേണ്ട. അപ്പൊ ഞാൻ സമ്മതിക്കടാ അത്താഴ അത്തിപ്പഴത്തോളം അത്തിപ്പഴം നിങ്ങളെ അതവള് സമ്മതിക്കില്ല. അവള് വേണ്ടെങ്കിൽ വേണ്ട കഴിക്കണ്ട, അവിടെ കിടന്നോട്ടെ, നിങ്ങൾക്ക് എന്താ വണ്ണം വെച്ചിട്ട് നിങ്ങളെ പോലെ തടിച്ച എപ്പോഴും ചീത്ത പറയാ എന്നെ വണ്ണം വെക്കണുള്ളവരെ വാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഞാനും ഇതിനായിട്ട് ഒരു പെങ്ങളും അതെ പെങ്ങളും അതെ ഭയങ്കര കൂട്ടാണ്. 3 പേരാ പെങ്ങള്. നിങ്ങള് 3 പേരാണ്. ഇപ്പൊ പെങ്ങള് പണക്കത്തിലാ. അവളുടെ പേര് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പേര് പറയാൻ പാടില്ലേ. ആൾക്ക് ഈ വീഡിയോസ് ഒന്നും ഇട്ടത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല തുടക്കത്തില്. പിണക്കൊക്കെ മാറിയോ? അത് 5 മിനിറ്റ് ഇപ്പഴും പറയാ എന്റെ കൂടെ കിടക്കുക. ഇവനായാലും അവളായാലും കിടക്കുക എന്റെ കൂടെയാ. അപ്പൊ ഇപ്രാവശ്യം ഞാൻ ഇനി നിങ്ങളുടെ കൂടെ കിടക്കണില്ല. എന്തേലും എന്റെ പേര് പറഞ്ഞ എന്നെ നാറ്റിച്ചില്ലേ.
അവളെ എന്റെ കൂടെ കിടക്കുള്ളൂ. എന്റെ നൈറ്റേ ഇടുള്ളൂ ഇവിടെ വന്ന. അവളെ ഡ്രസ്സ് കണ്ടാ തല പുണ്ണാവും നമുക്ക്. അതൊന്നും ഇടുകയില്ല. എന്റെ നൈറ്റി ഇട്ടിട്ട് ഇങ്ങനെ നടക്കുക. അതിനൊരു പ്രത്യേക സ്വഭാവ. പിന്നെ എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന അവളാ. എനിക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ ഇത് മറ്റുള്ള കാര്യം ഞാൻ മുറുക്കും. അപ്പൊ അതൊക്കെ പിന്നെ മരുന്ന് ഒരു 10,000-2,000 രൂപയോളം മരുന്ന് വേണം എനിക്ക് എല്ലാ മാസം. അതൊക്കെ മൂപ്പര് വാങ്ങും. അതിന് എന്താവശ്യം ഉണ്ടെങ്കിലും. നല്ല നല്ല കൊറേ കൊച്ചുമക്കള് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര സ്നേഹമുള്ള കൊച്ചുമക്കൾ. പിന്നെ മറ്റുള്ള കൊച്ചുമക്കളോടും ആവശ്യപ്പെട്ടാൽ മൂത്ത മോളുടെ മോനാണ് ഫോണിലേക്ക് കാശൊക്കെ കയറ്റും, വന്നാൽ രൂപ തരും. അങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ അവൻ ജോലിയുണ്ട്. അവൻ ബാങ്കിൽ മാനേജറായിട്ട് ജോലി. പിന്നെ ഇളയ മോളുടെ കുട്ടി അത്രയായില്ല, പിന്നെ താഴെയാ. അവന്റെ അപ്പം പിടിയിൽ മരിച്ചു. പെങ്ങളുടെ കല്യാണം കഴിഞ്ഞൊരു കൊച്ചായി. അത്രയൊക്കെ ആയിട്ടുള്ളൂ. എന്നാലും ഞാൻ അവരോട് ബുദ്ധിമുട്ടിക്കാറില്ല മക്കളെ. കാരണം എനിക്ക് എന്റെ ആവശ്യം വന്നിട്ടില്ല. വന്നാ അവര് ചെയ്യും. ഇന്നുവരെ പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല. ഞാൻ കരുതിയത് ഈ ചീത്തയൊക്കെ പഠിപ്പിക്കുന്നത് ഇവിടെ നിന്നായത് ഇങ്ങോട്ട് എന്നാണ്. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോ ഒരു ഇന്റർവ്യൂ ഓൾറെഡി ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ സത്യം തിരിച്ചറിയുന്നത്. എന്തായിരുന്നു അതിന്റെ സത്യം? സത്യം അവൻ ചീത്തയൊന്നും പറയില്ല, ചീത്ത പറയില്ല, ബ്രാൻഡി കുടിക്കില്ല. ഇപ്പൊ ബ്രാൻഡി എനിക്ക് ആൾക്കാർ ഇവിടെ കൊണ്ടു തരാറുണ്ട്. അവിടെ ഇരിക്കുന്നല്ലാണ്ട് അവൻ അമ്മമ്മക്ക് ഇഷ്ടാ. ഞാൻ അടിക്കുക എന്തുട്ട കുട്ടിയെ അടിക്കും. പിന്നെ ഉഷാറാവാൻ 2 എണ്ണം സ്ഥിരമായിട്ട് വേണ്ടി രണ്ടമർത്തുക. നല്ല ദേഷ്യം വരുമ്പോ ദേഷ്യത്തോടുകൂടെ സംസാരിച്ചാലല്ലേ. അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ മോളായിട്ടുണ്ടെങ്കിൽ ഇവനായിട്ടൊന്നുമില്ല. ഇവനായിട്ട് അപ്പ കൈകാര്യം ചെയ്തു വിടും. മോളോട് കൈകാര്യം ചെയ്ത് വിടുന്നൊക്കെ മോളോട് ഒക്കെ മോളല്ല പെൺകുട്ടികളൊക്കെ വരേ. അവളുമാർക്കൊക്കെ എന്നോട് തിരി എതിരാ. 3 ആള് എതിരാ ഇങ്ങനെയൊക്കെ പറയുന്നതിന്. അപ്പൊ ഞാൻ ഒന്നും കൂട്ടാക്കില്ല. അത് ഇങ്ങനത്തെ ഒരു തള്ള ഞങ്ങക്ക് കിട്ടിയല്ലോ എന്നൊക്കെ പറയാറുണ്ട്. അവരൊക്കെ ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ആൾക്കാരാ. അതെ അതെ, വലിയ കുഴപ്പമില്ലാത്ത അമ്മനെ പോലെ വലിയ സൈലന്റ് അല്ല. എന്നാലും ഇങ്ങനത്തെ ആഭാസങ്ങൾ പറയാ, കുടിക്കാന്ന് പറഞ്ഞൊക്കെ പുക വലിക്കാന്ന് പറഞ്ഞാൽ അവര് മരിക്കും. പുക വലിക്കോ? എല്ലാം കുറച്ച് ഇവിടെ വേണ്ടി വന്നാലെല്ലാം യൂസ് ചെയ്യാ. ആവശ്യമില്ല, നിർബന്ധ ബുദ്ധി ഒന്നുമില്ല. ആഗ്രഹം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാ. എനിക്കിപ്പോ ഒന്ന് വലിക്കണം തോന്നിയപ്പോ ഒരാളെ കാശ് മുടക്കണ്ടായിരിക്കും, തോന്നിയാ ചെയ്യും. അത്രേ ഉള്ളു. അല്ലാണ്ട് നിർബന്ധ ബുദ്ധി ഒന്നുമില്ലല്ലോ. ഭക്ഷണത്തിൽ വരെ ഇല്ല. ഇതൊക്കെയാണ് ലൈഫ്. വേണ്ടി വന്നാൽ എല്ലാം ചെയ്യും. ഒരുത്തനെ കൊല്ലണേ കൊല്ലും. അതിനൊന്നും മടിയില്ല എനിക്ക്. ഈ ശരിക്കും സിനിമയെ കാണുന്ന പോലെ തന്നെയല്ലേ. സന്ദർഭം വന്നാ കൊല്ലും. ഒരു തോക്കൊക്കെ ലൈഫിൽ കൂടെ കൊണ്ട് നടക്കണം ആഗ്രഹം. അത് ഞാൻ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല. തോക്കിലും വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. തോക്ക് സോറി എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ആരോടാ ഞാൻ പറയണേ? തോക്ക് സിമ്പിള്. നമുക്കിപ്പോ ഇവിടെ ഇരിക്കാൻ നിൽക്കുക. അപ്പൊ നമ്മുടെ യുക്താണ്. ഇപ്പൊ എന്നോട് ഒരാൾ നേരിടാണ്, ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ ഗ്രഹിച്ച കിട്ടിയ യുക്തത്തിൽ പൂശു. അത് യുക്താണ് ജീവിതം. ആരെങ്കിലും പണ്ട് ഇടിച്ചിട്ടുണ്ടോ? ഇത്രയും സ്മാർട്ട് ആയി വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. തല്ലുകൂടുന്നിടത്തൊക്കെ പോവും. എനിക്ക് പേടിയൊന്നുമില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിൽ കണ്ടമാനം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ ഇപ്പൊ ഞാൻ സിനിമ കാണുമ്പോൾ ആലോചിക്കായിരുന്നു, ഈ ഒറ്റപ്പെടുന്ന സിറ്റുവേഷനിൽ ഇതുപോലത്തെ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ലൈഫിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നു. ശരിക്കും നമ്മളെ പോലെ ഇപ്പൊ ലൈഫിൽ ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർക്ക് ലൈഫിൽ ഒറ്റപ്പെടലൊക്കെ അനുഭവിക്കുമല്ലോ. അവർക്കൊക്കെ ഒരു ലൈഫിൽ ഒരു തോക്ക്, അവിടെ ധൈര്യമായിട്ട് തോക്കാണല്ലോ അമ്മമ്മയുടെ കൂടെ ഉള്ളത്. അങ്ങനെ റിയൽ ലൈഫിൽ പെൺകുട്ടികളുടെ കയ്യിൽ അങ്ങനെ ഒരു ആയുധം വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? അത് തോക്ക് നമ്മൾ കരുതിയിരിക്കുന്നത് എന്തിനാ? നമ്മളൊരാളെ കൊല്ലാനാ. നമ്മളൊരാളെ കൊല്ലാൻ വേണ്ടി ജീവിക്കരുത്. അത് ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടി ജീവിക്കരുത്. സന്ദർഭം വന്നാൽ ഇതൊക്കെ ചെയ്യണം. അതിനുള്ള യുക്തം കണ്ടുപിടിക്കണം. എപ്പോഴും നമ്മൾ ഒറ്റയ്ക്കാൻ നിൽക്കുക, കുറച്ച് മുളക് പൊടി കരുതുക, അങ്ങനെ ഒരു ചെറിയ സൂത്രം. അഥവാ വേണ്ടി വന്ന ഒരു ഊത്തുക, പൂശിക്കൊള്ളുക. അതല്ലാണ്ട് തോക്കും കൊണ്ട് നടക്കണം ഞാൻ നിന്നെ കൊല്ലാനാന്നുള്ള ധാരണയില്ലല്ലോ. അതൊക്കെ നമ്മൾ ചെയ്യരുത്. സന്ദർഭോചിതമായിട്ട് ചെയ്യണം. അല്ലാണ്ട് നമ്മൾ ഒരാൾക്ക് വേണ്ടി ഒരു ഉപദ്രവം ചെയ്യാം, അവനെ കൊല്ലും ഞാൻ, അത് പറയാനുള്ള അർഹതയൊന്നും നമുക്കില്ല. ഇന്ന് പല പെൺപിള്ളേരും പേടിച്ചിട്ടേ കുറെ കാര്യങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്യും, പേടിച്ചിട്ട് പ്രതികരിക്കാതിരിക്കും. അങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള അമ്മമ്മക്ക് എന്ത് ഉപദേശം കൊടുക്കാനില്ല? അത് അങ്ങനത്തെ സ്ട്രോങ് ഇല്ലാത്ത പെൺകുട്ടികൾ കാരണം ഇന്ന് നാട്ടിൽ ആമ്പിള്ളേർ ചെയ്യുന്ന തെണ്ടിത്തരവും ഒക്കെ വരുന്നതിന് പെണ്ണുങ്ങളെ കഴിവ് കുറവാ. പെണ്ണുങ്ങള് നിൽക്കേണ്ടടത്ത് നിന്ന് പഠിക്കണം, ചെയ്യേണ്ടത് ചെയ്യണം. നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നത് തെറ്റൊന്നുമല്ല, അവരെ അവിടെ കൂടെ കല്യാണം കഴിച്ചു പോകണമെന്ന് തെറ്റല്ല.
പക്ഷെ ഈ ചിരിച്ചു കുഴഞ്ഞ് മറിഞ്ഞ് കാണുകളെയൊക്കെ പറ്റിക്കുക ഞാൻ പറഞ്ഞ ശരിക്കും പറഞ്ഞ അപ്പൊ ആമ്പിള്ളേരും പറ്റിക്കില്ലേ അമ്മമ്മ? ആമ്പിള്ളാരും ജോലി അതാ അവര് ബൈബിൾ വരെ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ജോലി ഇതൊക്കെയാണ്. തീർച്ചയായിട്ടും അതിനോട് ഞാൻ യോജിക്കുന്നു. ചെളി കണ്ടാ ചവിട്ടുക, വെള്ളം കണ്ടാ കഴുകുക, അതാണ് ആണുങ്ങള്. പെണ്ണുങ്ങൾ അങ്ങനെയാവരുത്. പെണ്ണുങ്ങളുടെ കയ്യിലാണ് ബ്രേക്ക്. ഒരു കുടുംബത്തെ ഒരു പെണ്ണിന്റെ കയ്യിലാ ബ്രേക്ക്. അല്ലാണ്ട് അവൻ 10 പൈസ കൊണ്ടാ 10 പൈസ കൊണ്ട് ജീവിക്കാൻ പഠിക്കുന്നവളാണ് പെണ്ണ്. അത് കാച്ചിപ്പറ്റി നന്നാവ് പെണ്ണാണോ എന്ന് പറഞ്ഞ പോലെ പെണ്ണിന്റെ കയ്യിൽ പെണ്ണ് ശരിക്കൊന്ന് നോക്കി ആണുങ്ങൾ മൂത്രം ഒഴിക്കും. അന്ന് കരുത്തില്ല പെണ്ണുങ്ങൾക്ക്. പെണ്ണുങ്ങളൊക്കെ അലകൊലമ്പ പെണ്ണുങ്ങളായിരിക്കുക. അവരും ഈ തേപ്പുഴിശേനെ എടുക്കല്ലേ പിന്നെ ഇങ്ങനെയാ. അല്ലാത്ത സ്ട്രോങ് ആയിട്ടുള്ള പെൺകുട്ടികളുണ്ട് കേട്ടോ. സ്ട്രോങ് ആയിട്ടുണ്ടായി നല്ലത്. താങ്ക് യു. അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ കഷ്ടം രണ്ടു കൂട്ടർക്കും. പിന്നെ ആണുങ്ങളെ ഞാൻ ഭൂരിപക്ഷം കുറ്റം പറയില്ല. എനിക്ക് ആണുങ്ങളെ കുറ്റം പറയുന്നതിനോട് താല്പര്യമില്ല. ഇല്ല. അതെന്താ? അതെന്താ വെച്ചാൽ നമ്മുടെ കയ്യിലെ കുട്ടി അതിന്റെ ബ്രേക്ക്. നമ്മളെങ്ങനെ നോക്കും? പെണ്ണുങ്ങൾക്ക് ചിരിയിൽ എന്തൊക്കെ അർത്ഥം ഉണ്ടെന്ന് അറിയോ? പല അർത്ഥമുണ്ട്. നോട്ടത്തിൽ എന്താ ഒരു അർത്ഥം ഉണ്ടെന്ന് അറിയോ? അതായത് പെൺകുട്ടികളുടെ ചിരിയിൽ പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ എല്ലാരെയും ഞാന് ആൺകുട്ടികളെ പുകഴ്ത്തൊന്നുമില്ല. പക്ഷേ ആൺകുട്ടികളുടെ ക്യാരക്ടർ അതാ. അതിനനുസരിച്ച് പെണ്ണുങ്ങൾ നിന്നാൽ നമ്മളൊരു ബസ്സിൽ കയറി നമ്മളെ തോണ്ടുന്നവരുണ്ടാവും, ചവിട്ടുന്നവരുണ്ടാവും. ഒന്നേ അവന്മാര് ചവിട്ടുള്ള ഒറ്റ നോട്ടം മതി, അവൻ പോണ വഴി അറിയില്ല. ആ പെണ്ണുങ്ങൾ ചെയ്യില്ല. ഒരു ഒതുങ്ങി കൂടുക, ആൾക്കാർ അറിഞ്ഞാൽ ലജ്ജ അറിയരുത്. ആ ഒതുക്കാണ് ആണുങ്ങളെ നശിപ്പിക്കുന്നത്. ഇതുപോലെ കൊച്ചുമോന് ഉപദേശം കൊടുക്കാറുണ്ട്. എന്റെ കൊച്ചുമോനോട് ഞാൻ 2 കാര്യമാണ് പറയാ. മോനെ കക്കരുത്. നിന്റെ പെൺകുട്ടികളെ നിന്റെ പെങ്ങളായിട്ട് കാണും. ഏത് മക്കളെയും പെണ്ണുങ്ങളായിട്ട്. ഭാര്യ ഒന്നേ ഉള്ളൂ, ഒരു പെണ്ണേ ഉള്ളൂ ഭാര്യ. പിന്നെ അത്യാവശ്യം നോക്കിയെടുക്കുകയും ചെയ്യാത്ത ലോകമൊന്നുമില്ല ഒരു രസത്തിന്. പക്ഷെ ആരെയും ഒരു കുട്ടികളെ വേദനിപ്പിക്കരുത്. ആ തിയറിയോടാണ് ഇവര് തേപ്പ് മിഷനെ വരുന്നത്. ഇതൊക്കെ പറയുമ്പോഴേ ആള് മിണ്ടാതിരിക്കും. അതെ, ഏതെങ്കിലും പെൺകുട്ടികളൊക്കെ വിളിച്ചൊക്കെ എന്നെ കൊണ്ടുവന്ന് കാണിക്കും. കാണിക്കും, അവരായിട്ട് സംസാരിക്കും, ഒക്കെ ചെയ്യും. അവസാനം ദേകടാ ആര് തേക്കും? ഇവന് അതിനൊന്നും ഇഷ്ടമില്ല. ഇവനെ വെറുതെ ഈ പെണ്ണുങ്ങളെ ഇങ്ങോട്ട് വിളിക്കുമ്പോ എന്തേലും പറഞ്ഞിട്ട് 2 ദിവസമോ 3 ദിവസം ആള് കാണും. ഇപ്പഴ ലിസ്റ്റ് ഒക്കെ കൊറേ കേട്ടോ ഇന്റർവ്യൂ വരുമ്പോഴത്തേക്ക്. ഇപ്പൊ കൊച്ചുവിന്റെ കല്യാണൊക്കെ നടത്തണ്ടേ? പക്ഷെ കുഞ്ഞാ. ഞാൻ വിചാരിച്ച ഏജ് ഉണ്ട്, പക്ഷെ കുഞ്ഞ് ഇത് താടി രോമം വന്നപ്പോ ഞാൻ പറയണ ഇത് എടുത്ത് കളയണം, ഇത് ചേട്ടനെ കൊച്ചുകുട്ടിയാ. അപ്പൊ എല്ലാരും ചേട്ടാന്നാ വിളിക്കുന്നത്. ഇവന് 10-35 വയസ്സായി എന്നൊക്കെ ആൾക്കാർ പറയണേ. ആ മെച്യൂരിറ്റി ഉള്ളതുകൊണ്ടാ അമ്മയുടെ ആ ഒരു സ്ട്രോങ് ഫേസ് കൊച്ചുമോന് കിട്ടിയിട്ടുണ്ട്. കൊച്ചുമോനാണ് ഒന്നിലേക്ക് അങ്ങോട്ട് ഒരു കാര്യപ്രാപ്തിയാണ്. അങ്ങനെ അവന് അമ്മയില്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ല. അമ്മയാണ് ഇഷ്ടം അമ്മൂമ്മേനാണ് ഇഷ്ടം? ആ കാര്യത്തിന് അമ്മയാ. അപ്പൊ എനിക്ക് പ്രാപ്തി ഇല്ലല്ലോ. അത് വേണ്ട പറയാം. നമുക്ക് വേറൊരു തരത്തിലും ഇഷ്ടമാണ്. നമുക്ക് അങ്ങനെ പറയാൻ പറ്റാത്തൊരു ഇഷ്ടം. വെച്ചാൽ അത് എനിക്ക് അമ്മയിലും തോന്നിയിട്ടില്ല, അപ്പനും തോന്നിയിട്ടില്ല. നമ്മളോട് ആളിങ്ങനെയാ. എനിക്കിപ്പോ ഒരു പനി വന്നാലും എന്റെ അമ്മ അടുത്തേക്ക് എന്റെ വരില്ല. ആളാണ് എന്നെ പരിചരിക്കുക. ആൾക്ക് എത്ര ഞാൻ കോരിച്ചൊരിഞ്ഞ് കിടന്നാലും എന്റെ അപ്പുറത്ത് വന്ന് കിടന്ന് എന്റെ മേത്ത് തൂങ്ങിയിട്ട്. അതിപ്പോ ഇത്ര പ്രായമായില്ലേ, ചെറുപ്പത്തിലല്ല ചെയ്യണേ. 24 വയസ്സായാലും എനിക്ക് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വരെ ഒരു പനി വന്നപ്പോ ആളങ്ങനെയാണ്. നമുക്ക് എന്ത് വന്നാലും നമ്മുടെ കൂടെ നിക്കണ ഒരാള് തെറിയൊക്കെ എപ്പോഴും പറയാം, വേറെ കാര്യം. പക്ഷെ എന്നാലും നമ്മളെ എന്ത് കാര്യത്തിന് ഇപ്പൊ ഞാൻ രാത്രി എന്നും ചിലപ്പോ നേരം വൈകിട്ടാവും വരിക. ഞാൻ വന്നാലേ കിടന്നുറങ്ങുള്ളൂ. അമ്മയൊക്കെ 10 ഉറക്കം കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ വന്നാലാണ് ഉറങ്ങുള്ളൂ. അതുവരെ കൊണ്ടെത്തിച്ചിരിക്കും. ഞാൻ വന്നാൽ എനിക്ക് വാതിൽ തുറന്നു തരേണ്ട അമ്മമ്മയാവും. അങ്ങനത്തെ ഒക്കെ ഒരു വേറൊരു ബന്ധാണ് ഞങ്ങള്. അത് നമുക്ക് ഇവിടെ പറഞ്ഞ എന്നും ഡെയിലി ലൈഫിൽ ഞങ്ങൾ അങ്ങനെയാണ്. പിന്നെ പ്രത്യേകിച്ച് സാധ്യത എന്ന് പറയുന്നത് എന്തെങ്കിലും കാര്യവും പിന്നെ അവന്റെ എല്ലാ കാര്യങ്ങളും ലൈസൻസ് എടുക്കുക, അതെടുക്കുക, ഇതെടുക്കുക ഒക്കെ അമ്മയാണ്. അതെല്ലാ മക്കൾക്കും കൃത്യമായിട്ട് ചെയ്യും. എത്ര കടങ്ങളോ കാര്യം എന്തോ ആവട്ടെ. പക്ഷെ മറ്റൊരു സ്നേഹം അവൾക്ക് ആരോടും അറിയില്ല. അത് അവള് തന്നെ നശിപ്പിക്കുക. ഈ സ്നേഹം പ്രകടിപ്പിക്കണം. ഒരമ്മ അടുത്ത് കിടന്നാ ഇപ്പൊ അവൻ വലുതായി വേണ്ട, കുഞ്ഞു കുട്ടിയെ കെട്ടിപ്പിടിച്ച് കിടക്കല്ലേ, അവളങ്ങോട്ട് തിരിഞ്ഞു കിടക്കും, കുട്ടി ഇന്ന് തിരിഞ്ഞ്. മക്കളൊന്നും കിടക്കില്ല, മോളൊക്കെ വന്നാൽ എന്റെ അടുത്ത് കിടക്കുക. എന്താ കാര്യം, അമ്മയ്ക്ക് ഒരു ഇതുമില്ല. അത് അവള് കെട്ടിപ്പിടിച്ച് കിടക്കാനുണ്ടല്ലോ. അമ്മയെ മോശമൊന്നുമില്ല, വണ്ണമൊക്കെ ഉണ്ട്. ഇത്രയില്ല. ഇത് കയ്യും കാലൊക്കെ കയറ്റി വെച്ചാൽ ഇവരെ ശരീരത്തേക്ക് എത്തൂല.
നിങ്ങൾ തമ്മില് ഈ ഒരു കഥ എന്നോട് നേരത്തെ അവിടെ പറഞ്ഞ കഥയുണ്ട്, ഞാൻ കൊറേ ചിരിച്ചതാണ്. കൊച്ചിലെ ആള് വാശി പിടിക്കുമ്പോ ഈ വാശി നിർത്താൻ വേണ്ടി അമ്മൂമ്മ ചെവിയിൽ തെറി പറയാ. അന്ന് അവര് 2 2.5 വയസ്സായിട്ടുള്ളൂ. ആ. തെറി എന്താന്നൊന്നും അറിയേണ്ട പ്രായമല്ല. അപ്പൊ പിന്നെ ഞാൻ ഉറക്കിക്കെടുത്തേ, അമ്മ ജോലിക്ക് പോയേക്കല്ലേ, അപ്പൊ കുപ്പിപ്പാലിക്ക് കൊടുക്കുക. ആ പാല് കൊടുത്തപ്പോ ഉറങ്ങുമ്പോ ഇവനെ കെട്ടിപ്പിടിച്ച് കിടക്കണം. എഴുന്നേൽക്കുമ്പോഴും അവന് കാണണം. അപ്പൊ ഞങ്ങളുടെ റൂമും അടുക്കളയൊക്കെ ആയിട്ട് വ്യത്യാസമല്ലോ, കാണില്ല. അപ്പൊ ഞാൻ മെല്ലെ പണിക്കുമ്പോഴേക്കും പിന്നെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കണ്ടേ, ഞാനേ ഉള്ളൂ. അപ്പൊ ഇവന് എന്തെങ്കിലും അന്ന് കുക്കൊക്കെയോ കൊടുക്കുക. ഉണ്ടാക്കാന്ന് കരുതി പോയി ഞാൻ അടുക്കളയിൽ ചെന്ന് കത്തിക്കുമ്പോഴേക്കും ഉണരും. പിന്നെ ഇവിടെ എന്തൊക്കെ പുകയില ഇവിടെ ചെയ്യുന്നതൊക്കെ ചെയ്യും അവൻ. വാശിക്കാരനാണ്. അപ്പൊ ഞാൻ ഇവനെ ഒന്നൊന്ന് ഒതുക്കണ്ടേ, ഒതുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താലും സമ്മതിയില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ബലമായിട്ട് പിടിച്ചെങ്കിലും പറഞ്ഞു കഴിയുമ്പോ എന്താ പറയാ, ആള് സ്ഥലമുണ്ടായി ഇഞ്ചക്ഷൻ കൊടുത്ത പോലെ. പിന്നെ ആളവിടെ തളർന്നു കിടന്നോളൂ. അപ്പൊ അമ്മ ചിലപ്പോ അവിടെ ഉണ്ടെങ്കില് അപ്പൊ അമ്മ ഉണ്ടെങ്കിൽ എന്റെ കൂടെ കിടക്കാള്. അമ്മ എന്തുട്ടി അമ്മമ്മ മുന്നിൽ ഇത്ര പൊട്ടിച്ചിരിക്കാറുള്ള ഇപ്പം പറയില്ല കേട്ടോ. പ്രായമായാലും അമ്മ ഞാൻ ചെയ്തു അമ്മയോട് പറയില്ല. അമ്മ ഇതിനൊക്കെ എതിരുള്ള ആളാ. അമ്മ വേറൊരു ലെവലാ, വേറൊരു കൂടെ. അപ്പൊ എനിക്കതൊന്നും ഇഷ്ടമില്ല. അവർക്ക് ജോലി, ഉത്തരവാദിത്തം, ഹോട്ടൽ, കട, അതൊക്കെ ഭയങ്കര ജോല. നമുക്ക് നമുക്ക് ഭക്ഷണം തരണം, നമുക്ക് വെള്ളം തരണം, അല്ലെങ്കിൽ അതൊന്നും ഇല്ല. ഇപ്പൊ വഴക്കുണ്ടാക്കുന്ന കാരണം കൊണ്ട് രാവിലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാ പോണം. ഇവനും സമ്മതിക്കില്ല. അമ്മമ്മയുടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടേ നിങ്ങൾ ജോലിയുടെ ഹോട്ടല് ഇപ്പൊ രാവിലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ആള് പോവുള്ളൂ. അപ്പൊ ആൾക്ക് ഇതൊന്നും നിർബന്ധമല്ല. ആൾക്ക് അമ്മേനെ കഴിഞ്ഞിട്ടുള്ളൂ, പക്ഷെ അമ്മ പ്രകടിപ്പിക്കാറില്ല. ഈ സ്നേഹം ഉള്ളിലുണ്ട്, പക്ഷെ പ്രകടിപ്പിക്കാൻ പറ്റില്ല. ഇതൊക്കെ എങ്ങനെയാ ശരിക്കും സ്നേഹം പ്രകടിപ്പിക്കേണ്ടതല്ലേ? എപ്പോഴും ഉള്ളി മാത്രം വെച്ചിട്ട് കാര്യമുണ്ടോ? അത് അവള് പറഞ്ഞ സ്നേഹം തുറന്നു കാണിക്കാൻ ആരോടും ഇല്ല കേട്ടാ. നമ്മള് പുറത്തുനിന്ന് ഒരാൾ വരികയെന്ന് വെച്ചാൽ ആള് തളർന്നിട്ട് വാതിൽ വന്നു തളർന്നിട്ട് അങ്ങനെയുള്ള ഒരു സ്വഭാവം. നമ്മളല്ല ഒരാളെ ഹായ്ക്കൊരു വിലയുണ്ട്. ഇതൊരു കമ്മിയും ഇല്ല. ഈ അമ്മയുടെ എനർജി ശരിക്കും മക്കൾക്ക് ആർക്കാ കിട്ടിയേ? അമ്മക്ക് എത്ര മക്കളുണ്ട്? എനിക്ക് 4 4 പോകാം. 4 തൃശ്ശൂരക്കാരൻ തന്നയുടെ അതേപോലെ ചണ്ണകളെന്ന് പറയാം. എന്താ മീനിങ്? എന്താ അതിന്റെ ചണ്ണ? ചണ്ണാന്ന് വെച്ചാൽ കഴിവില്ല. അത് അമ്മമ്മയുടെ അത്ര കഴിവില്ല. അമ്മമ്മയുടെ അത്ര ഇതില്ല. പിന്നെ വേറൊരു തരയിൽ അവർക്ക് കഴിവുകളൊക്കെ ഉണ്ട്. എന്റെയും മോൾക്ക് വേറെ വല്ല കഴിവുകളുണ്ട്. ജോലി സംബന്ധമായ പ്രശ്നത്തിൽ അവര് ആരെയും നീക്കി നിർത്താൻ പറ്റില്ല. അതുപോലെ മറ്റുള്ള എല്ലാ കാര്യത്തിലും. പിന്നെ ഇപ്പൊ ഇങ്ങനെ അവര് എന്റെ പോലെ ചടപടാന്ന് പറയുക, അത് ചെയ്യാവും ചെയ്യും. സൈലന്റ് ആണ്. മൂത്തോളം എന്തൊക്കെ ഇടയ്ക്ക് ഓരോന്നും പറഞ്ഞു തുടങ്ങി തോന്നുന്നു. അതില് കൊച്ചുമോനാണ് കുറച്ചും കൂടെ പറയില്ല. പുറമേ ഞങ്ങൾ 2 പറയില്ല കേട്ടോ ആരോടും. പുറമേ എന്റെ മക്കളോടൊന്നും ഞാൻ പറയില്ല. ഇപ്പൊ ഇവളുടെ പെങ്ങൾക്ക് ഭയങ്കര ദോഷം കയറി പറഞ്ഞ. ഇപ്പൊ നിങ്ങളുടെ വീഡിയോസ് ചെയ്തു തുടങ്ങിയപ്പോൾ ഓൾറെഡി വീട്ടിൽ നിന്ന് എതിർപ്പുണ്ടായിരുന്നല്ലോ. നിങ്ങള് വീട് മാറാന്നൊക്കെ തീരുമാനിച്ചല്ലേ? എങ്കിലും ഞാൻ അമ്മമ്മ മാത്രം അങ്ങനെ ഈ വീഡിയോ ഇട്ടിട്ട് ഞങ്ങൾക്ക് മുന്നേറ അങ്ങനത്തെ ഒരു ഇല്ല. ഇത് അവരങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്ക് തന്നെ തോന്നി അങ്ങനെ ഒരു 3 മാസം ചെയ്തില്ലേ, ഇതുകൊണ്ടൊന്നല്ല നമ്മള്. ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടാ. കാശ് സംബന്ധമായി ഇനിയിപ്പോ സിനിമയിൽ പോയി ഞങ്ങള് കാശിനോട് വലിയ ഇമ്പോർട്ടന്റ് ചെയ്യുന്ന ആൾക്കാർ അല്ല. ഞങ്ങൾ അധ്വാനിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. ഇന്നും അധ്വാനം. ശരിക്കും ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മള് വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യണെന്ന് അറിയില്ലല്ലോ. ശരിക്കും നിങ്ങൾ എന്താ ചെയ്യണേ? സ്വയമേ ഞങ്ങൾക്ക് ഒരു അവളുടെ അമ്മ ജോലിക്കാരിയായിരുന്നു. പിന്നെ ഞങ്ങള് ഇങ്ങോട്ട് മാനവസേവ ഹോസ്പിറ്റലിലെ നല്ല വർക്കറായിരുന്നു. ഇങ്ങള് മാറിയപ്പോ അവള് വണ്ടിയിലാ യാത്ര. വണ്ടിയിൽ നരങ്ങിട്ടേ പോവുള്ളൂ, പേടിയാ. അങ്ങനെ 5 മണിക്ക് അവിടെ നിന്ന് കയറിയ 9 മണിക്ക് ഇവിടെ എത്തുള്ളൂ. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഇവരാരും ഉണ്ടായില്ല. അപ്പൊ അവള് ജോലി നിർത്തിയിട്ട് വീട്ടിൽ. പിന്നെ ഞങ്ങൾക്ക് വെള്ളയപ്പ ബിസിനസിന്റെ തൃശ്ശൂര് വെള്ളയപ്പം എന്ന് പറയും, പാലപ്പം. അത് കാറ്ററിംഗുകാർക്ക് നല്ല കച്ചവടമുണ്ട്. അപ്പൊ അതിന് വേറെ വർക്കർ പുറത്തൊന്നും ആൾ പഠിക്കാറില്ല. എന്റെ ഇളയ മോള്
വരും. അവള് സാമ്പത്തികമായിട്ട് ഇവിടെ അടുത്ത ജീവിക്കുന്നത്. അവളാ ഉണ്ടാക്കുക വെള്ളയപ്പം. ചേട്ടത്തി എണീറ്റ് മാറി മാറി ചെയ്യും. ഞാൻ അടുക്കും, പെട്ടിയിലാക്കും, ഒക്കെ പാക്ക് ചെയ്യും. എന്നിട്ടത് ഇവൻ കിടന്നുറങ്ങും. അവന്റെ ജോലി 5 മണിയാകുമ്പോ തുടങ്ങും റിയോണേന്ന് വിളിക്കും. ആള് കൃത്യനിഷ്ഠക്കാരിയാ അമ്മ. ആരും ഇങ്ങോട്ട് വിളിക്കുന്ന ഇഷ്ടമല്ല, അങ്ങോട്ട് കൊണ്ടു കൊടുക്കണം എന്നുള്ള. ഇവൻ അങ്ങനെയല്ല. 4 പേര് ഇങ്ങോട്ട് 4 പ്രാവശ്യം വിളിച്ചിട്ട് കൊണ്ട് കൊടുത്താലേ ഡിമാൻഡ് ഉള്ളൂന്ന് ചിന്തിക്കുന്നതാണ് ഇവൻ. അപ്പോഴും 5 മിനിറ്റ് 5 മിനിറ്റ് അവന്റെ കൂടെ പറപ്പ. എന്ത് പറഞ്ഞാലും അവിടുന്ന് വിളിച്ച് കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നാലും ഇവിടെ ഒന്ന് വന്നാൽ 5 മിനിറ്റ്. അമ്മക്ക് ഇപ്പൊ ഇത്ര ഏജ് ഉണ്ട്? വയസ്സ് എത്ര? 76 വയസ്സ്. ഈ 76 വയസ്സിൽ എങ്ങനെ ഇത്ര എനർജി? എങ്ങനെ അത്? അതിന്റെ രഹസ്യം എന്താ അമ്മ? എനർജി എന്ന് വെച്ചാൽ എന്താ ഞാൻ അതിനെ പറ്റി പറയാ? അത് ദൈവം തന്നൊരു കഴിവാന്നോ ഒരു ശക്തിയാന്നോ പറയാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, രോഗിയൊക്കെയാ, വയ്യ, ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും കൂട്ടാക്കില്ല. കുറച്ചൊക്കെ ഇരുന്ന് വലിക്കും. പിന്നെ ഞങ്ങൾ ആ സിനിമയില് ഒരു മരിക്കുന്ന സീൻ ഉണ്ടല്ലോ, അത് കണ്ടപ്പോ ശരിക്കും ഞങ്ങള് ടെൻഷനായി പോയി. അപ്പൊ നിങ്ങള് ഓൾറെഡി നമുക്ക് അറിയുന്ന ആള് സ്ക്രീനിലെ സിനിമ കാണുമ്പോ എങ്ങനെയായിരിക്കും എന്നൊരു ഫീലില് എങ്ങനെയായിരുന്നു? അഭിനയം ഇതങ്ങനെയാന്ന് ഇതിപ്പോ കാണിച്ചപ്പോ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റും. എനിക്ക് അഭിനയിക്കുമ്പോ ഞാൻ അഭിനയിക്കും. ഈ റീലിലൊക്കെ അഭിനയിച്ചിട്ട്, റീലിൽ നമ്മൾ അറിയുന്നില്ല, പക്ഷെ സിനിമയിൽ ഒരുപാട് ആൾക്കാര് നമുക്ക് അറിയാത്ത ആൾക്കാര്. അപ്പൊ പേടിയുണ്ടായിരുന്നോ അഭിനയം? എനിക്ക് അഭിനയം അങ്ങനെ പേടിനെ ഞാൻ പോവില്ല. അഭിനയിക്കണം. പിന്നെ അവര് നമ്മൾക്ക് ഇത്രയും കഷ്ടപ്പെട്ടുള്ള പിള്ളേര്, ഗണപതിയായാലും അത്ര റിസ്ക് എടുത്തിട്ട് തന്നെ ഇവിടുന്ന് കൊണ്ടുപോവുക. കൊണ്ടുപോയി നോക്കുമ്പോ നമ്മളവര് നമ്മുടെ കഴിവ് കാണിച്ചു കൊടുക്കണ്ടേ, പിന്നെ അവർക്ക് ചെയ്തു കൊടുക്കണ്ടേ. അപ്പൊ അങ്ങനെ ചെയ്തതാണ്. ഇത്ര വിജയിക്കും കണ്ടപ്പോഴോ ഞാൻ വിചാരിച്ചു. ഈ സിനിമ തിയേറ്ററിൽ പണ്ട് കൊറേ സിനിമ കണ്ടിട്ടുണ്ടാവില്ലേ ഒരുപാട് ആൾക്കാരുടെ? നമ്മുടെ സിനിമ തിയേറ്ററിൽ കാണുമ്പോ എങ്ങനെയായിരുന്നു ആ ഫീല്? ആരംഭത്തില് ഫീലൊന്നുമില്ല, എന്താ വരണേന്ന് നോക്കിട്ടിരിക്കുക. ഒരു ഫീലും ഇല്ല, മരിച്ച പോലെ. എന്തുട്ടാ വരണേന്ന് ഇങ്ങനെ നോക്കിയിരിക്കുക. പിന്നെ ഒന്നും മനസ്സിലാവാണ്ടായി. എന്തൊക്കെയാ കണ്ടുപോയില്ലേ, അതെന്താന്നുള്ള വെപ്രാർത്ഥി ഒന്നും നമുക്ക് മനസ്സിലാവില്ല. പിറ്റേ പ്രാവശ്യം സിനിമ കണ്ടപ്പോ ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല, ഇനി മുന്നോട്ട് പോണം. ഒന്നുകൂടെ. ഓ, ഈ നമ്മുടെ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, ആദ്യം അമ്മമ്മേരുടെ ശബ്ദം കേട്ടപ്പോ ഇതാരാ എന്നായിരുന്നു തോന്നിയേ. ഇന്റർവെല് കഴിഞ്ഞ് വീണ്ടും കേട്ടപ്പോ ഞങ്ങൾക്ക് ഇടയിൽ വന്നൊരു ചിരിയുണ്ട്, ഒരു സന്തോഷമുണ്ട്. അങ്ങനെയാണ് ചോദിച്ചില്ല, നമ്മുടെ സ്വന്തം അമ്മ വേറെ ലെവൽ. നമുക്ക് പിന്നെ ഈ ശബ്ദം പിന്നെ സിനിമ തിയേറ്ററിൽ റിലീസായിട്ട് പ്രിവ്യൂ ഷോയിലാന്ന് തോന്നുന്നു, റിവ്യൂ പറയാൻ വേണ്ടിട്ട് സംസാരിച്ചപ്പോഴും ആ ആൾക്കൂട്ടത്തിനിടയിൽ ഒരു ചിരി ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മമ്മ ഞങ്ങൾ ഏറ്റെടുത്തു. ആ ഒരു ഇതീ കൂടെ അത് നമ്മുടെ സൗണ്ടിന്റെ കഴിവാണ്. ഇത്ര എനിക്ക് പല്ലില്ലാതാണ് ചില വാക്കുകളൊന്നും പറയുമ്പോ ശരിയാവില്ല. എന്നാലും എന്താ പറയാ, ശക്തി, ആ സംസാരത്തിന്റെ സ്ട്രോങ് ആണ് അവിടെ അത് കൊടുക്കുന്നത്. അപ്പൊ ആദ്യം അത് കൊടുത്തപ്പോ ആരും വില വെച്ചില്ല, പോട്ടെ. ഇത് കഴിഞ്ഞപ്പോ ആള് പുലിയാ. അത് രണ്ട് ഫീൽ ചെയ്തു കേട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അതാണ് കുറച്ചൊരു വെയിറ്റ് ചെയ്യാ, നമുക്ക് ഇന്റർവെല് കഴിഞ്ഞ് കാണുമ്പോ നിങ്ങൾക്ക് ആ ഫീല് മനസ്സിലാവും എന്ന് തോന്നും. പക്ഷെ രസമായിരുന്നു. ശരിക്കും ആരാ കണ്ടെത്തി? ഇപ്പൊ റീൽസിലൂടെ നമ്മൾ വീഡിയോ കാണുമ്പോ ആരാ ഐഡന്റിഫൈ ചെയ്തേ? ഗണപതി ആണോ? മാധവൻ സാറിന്റെ വൈഫ് ഷിഫ്ന, അവരെനിക്ക് മെസ്സേജ് ഇങ്ങനെ നമ്പറൊക്കെ. ഞാൻ അമ്മയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയാണ് ആള്, ഇത്ര തടിയുണ്ട്, ഇത്ര വെയിറ്റ് ആണ്. അപ്പൊ പിന്നെ അവര് പിന്നെ വിളിച്ചൊന്നുമില്ല. പിന്നെ ഒരു 3 മാസം അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ പ്ലാൻ ഉണ്ട്, വിളിക്കാന്ന് പറഞ്ഞു. പിന്നെ നമ്മളും വിചാരിച്ചില്ലല്ലോ, നമ്മളിത് ആലോചിച്ച് നടക്കില്ലല്ലോ. നമ്മുടെ പണി എടുക്കണു, ഓടണു, ഇതാടണു, കാര്യങ്ങൾ ചെയ്യണു. അപ്പൊ പിന്നെ റീലൊന്നും ഇടാറില്ല കേട്ടോ. പിന്നെ അതിനുള്ള സമയമൊന്നും ഇടാറൊന്നുമില്ല. അപ്പൊ അങ്ങനെ 2-3 മാസം കഴിഞ്ഞിട്ടാണ് ഗണപതി പിന്നെ എന്നെ വിളിക്കണേ. ഗണപതി വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ്, ഞാനാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഗണപതിയോടും പറഞ്ഞു ഇങ്ങനെയാണ് കാര്യങ്ങള്. അപ്പൊ കുഴപ്പമില്ല, ഞങ്ങൾ അമ്മാമേനൊന്നും ഒന്ന് കാണട്ടെ. അപ്പൊ സ്ഥലം ഇതൊക്കെ ചോദിച്ചു. അപ്പൊ അമ്മാമ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലേ. അപ്പൊ അമ്മാമേനെ അവര് വന്ന് കണ്ടു, സംസാരിച്ചു. പിന്നെ അവര് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്നു, മാസത്തിൽ 1-2 വട്ടമൊക്കെ വരും. പിന്നെ അങ്ങനെ അവര് ഓക്കെ ആയി. പിന്നെ അമ്മാമ അവരായി, അങ്ങനെയായി. പിന്നെ ഇവരുടെ വല്ല ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കുക. ഷൂട്ടിംഗ് സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ വല്ല ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. ഇവരുടെ ഫോൺ ഉണ്ടെങ്കിൽ വിളിച്ചാൽ എടുക്കില്ല. ഇവര് അറിയില്ല എന്നല്ല, ചിലപ്പോ ആവശ്യം കഴിഞ്ഞിട്ട് ഞാൻ ഓർമ്മ നോക്കിയാവും.
പിന്നെ മിസ് കോള് നോക്കാൻ എനിക്കറിയാം. അറിയില്ല. തിരിച്ചു വിളിക്കാൻ തിരിച്ച് വിളിക്കാൻ അറിയാം. ആരാ വിളിച്ചെന്നറിയാണ്ട് എല്ലാവരും വിളിക്കാം. സോറി. അപ്പൊ ചിരി ഭയങ്കര രസാ. അപ്പൊ ഒരു ഇന്റർവ്യൂ പറഞ്ഞത് എനിക്ക് പല്ലില്ലാത്തോണ്ട് എനിക്ക് ചിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ, പക്ഷെ ഈ ചിരി നിർത്തരുത് കേട്ടോ, ഭയങ്കര രസമുണ്ട്. പല്ലില്ലാത്ത ചിരിയാ രസം. അപ്പൊ അങ്ങനെയാണ്. പിന്നെ അവരങ്ങനെ അവര് കൊണ്ടുപോയി. പിന്നെ ആദ്യം എറണാകുളത്തേക്ക് കൊണ്ടുപോയേ, ഒരു ഫ്ലാറ്റിലേക്ക് അമ്മനെ കാര്യങ്ങള് എങ്ങനെയുണ്ട്, ഇവരായിട്ടുള്ള ഒരു കണക്ഷൻ കിട്ടണം. അമ്മ കൊച്ചു അറിയാൻ ചിദംബരത്തിനൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇല്ല. അവരായിട്ടൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാതെ വന്ന് ഇവര് കൊണ്ടുപോയിണ്ടായിരുന്നു. 4 ദിവസം അവിടെ താമസിച്ച് നല്ല ജോലിയായിരുന്നു. അപ്പോഴും അവര് ചെറിയ ജോലിയാണ് ഇഷ്ടം. കൂടുതൽ അവരുടെ കൂടെ നിൽക്കാനും ഇഷ്ടം. ആണോ? അങ്ങനെയാണ്. സോറി, ബായ്, ഞാൻ പോകുന്നു. കൊച്ചവരോടൊക്കെ ബായ് എന്നല്ല, അങ്ങനെ അതുമില്ല. എനിക്ക് ഇഷ്ടം എന്റെ വീടാണ്. എന്നാ കൂടി അമ്മ അങ്ങനെ പുറത്തു പോയി എവിടെ സ്ഥലത്ത് പോലും നിൽക്കൂല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്ഥലത്തൊക്കെ ഒരു മാസം നിക്കണുണ്ട്. പോകുമ്പോ അതാറുമ്പോ നമുക്കൊരു ഇത് 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരാം. വീട് എന്റെ കിടക്കാന്ന് പറഞ്ഞ ആളാ. എനിക്ക് എന്നാലേ സുഖമുള്ളൂ. പക്ഷെ എങ്ങനെ ഒരു മാസം അവിടെ നിന്നു? അത്രയും സുഖമായിരുന്നു. ഒന്നും അറിയില്ല. അതിനേക്കാൾ സുഖമായിരുന്നു. രാവിലെ 5 മണി എന്റെ കിടക്കനെക്കാട്ടും നല്ലൊരു കിടക്ക. അവര് ഓൾറെഡി ഒരു കിടക്കണ്ടായിരുന്നു. അത് ഇങ്ങനെ പോണതാ. അമ്മക്ക് പറ്റൂല. എനിക്ക് കിടക്കാൻ പറ്റില്ല. അപ്പ പോയി കിടക്കാൻ എന്റെ ഇഷ്ടമുണ്ട്. എല്ലാം കട്ടിൽ വരെ ഇറക്കം കുറച്ച് ഇട്ടു. എന്നെ നോക്കാൻ ഒരു ആയ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ സൗകര്യങ്ങളും. അപ്പൊ പിന്നെ എനിക്ക് സുഖം കിട്ടണടത്തല്ലേ ആൾക്കാർ നിൽക്കുക. ഫുഡ്? അയ്യോ, ഫുഡിന്റെ കാര്യം പറയണ്ട. ഏത് നേരം അമ്മയുടെ ഫുഡ് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? ഞാൻ ഫുഡിനോട് താല്പര്യമുള്ള വ്യക്തിയൊന്നും അല്ല. എന്ത് കിട്ടിയാലും കഴിക്കും. ചക്ക കൊള്ളി അത് നമ്മുടെ പാരമ്പര്യമാണ്. ചക്ക എന്റെ ഫേവറേറ്റാ. ചക്ക ഇട്ടാ മാത്രം മതി. അപ്പൊ അങ്ങനെ ഇവിടെ ചക്ക ഇരിക്കുന്ന വേണേ അതിന് മുമ്പ് ഇത് വിശേഷം പറഞ്ഞ ഒരു കാര്യം കൂടെ പറയാം. എന്നിട്ട് അപ്പൊ അതിനോടൊക്കെയാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. ഇപ്പൊ ഈ പല്ലില്ലാതെ തന്നെ എനിക്ക് ചക്ക വെട്ടിയാ പകുതിയൊക്കെ തിന്നു, എന്നിട്ടേ കറി വെക്കുള്ളൂ. അങ്ങനെയാണ്. ഇപ്പൊ ഒന്നും പല്ലില്ലല്ലോ. അപ്പൊ അതിനോടുള്ള ജ്വരം തിന്നു. നടിക്ക് എന്നോട് കപ്പാപ്പ അമ്മ പറയും കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ. അമ്മ മറ്റേ ഈ ലാബിലും കൂടി ആയതുകൊണ്ട് കൂട്ടാക്കൊന്നുമില്ല. അപ്പൊ പറയും, അപ്പൊ മേടിച്ചോണ്ടിരും. മേടിച്ചത് ഞങ്ങള് പുഴുങ്ങി തിന്നാറിക്കില്ല. വല്ലപ്പുളുമായി. പിന്നെ മധുരക്കിഴങ്ങ്. പിന്നെ കറികളിൽ എനിക്ക് ഇറച്ചി മീനും ഇപ്പം ഇഷ്ടമല്ല. അതിന് പ്രത്യേക അത് പറയില്ല. പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ പിള്ളേർ പിടിച്ച് ചീത്ത അറിയാം. അമ്മ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക്. കാരണം ഞങ്ങളുടെ ഇപ്പോൾ ഹോട്ടൽ നടത്തുന്നുണ്ടല്ലോ, ഹോട്ടലിൽ അവരെ വയ്ക്കണം. എനിക്കത് താല്പര്യം.